ചോട്ടുമാൻ ലംബുമാന്റെ അനിയനായിരുന്നു. ഒരു രാവിലെ ലംബുമാൻ ഉറക്കത്തിൽ നിന്നീറ്റ് നോക്കുമ്പോ ലംബുമാൻ ഗുഹയുടെ അകത്ത് ഒറ്റയ്ക്ക്. അല്ല, ഈ ചോട്ടു ഇതെവിടെ പോയി? രാത്രി എന്റെ കൂടെയുള്ള കിടന്നിരുന്നത്. അപ്പൊ അവന്റെ ദൃഷ്ടി ഭിത്തിയിലേക്ക് പോയി. അതിലെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ ചേട്ടാ, എനിക്ക് രഹസ്യമായ ദ്വീപ് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. രാത്രി അങ്ങോട്ട് പോവാൻ ചേട്ടൻ വിസമ്മതിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു വരാം. എന്റെ ദൈവമേ, ചോട്ടു ഒറ്റയ്ക്കാണോ ആ ദ്വീപിലേക്ക് പോയത്? ലംബുമാന് അനിയനെ ഓർത്ത് വിഷമമായിരുന്നു. അവൻ ഓരോരുത്തരുമായിട്ട് ജിറാഫ്, മുയല്, മോണ്ടുകുരങ്ങനെയും കൂട്ടത്തെ വിളിപ്പിച്ചു. നീ പേടിക്കണ്ട ലംബുമാനെ, നമുക്ക് 4 പേർക്കും കൂടി ചോട്ടുമാനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാന്നേ. എല്ലാരും സമുദ്രത്തിന്റെ അടുത്തെത്തി. വഞ്ചിയിലിരുന്ന് അവര് യാത്ര പുറപ്പെട്ടു. ഒരുപാട് ദൂരം അങ്ങ് പോയപ്പോ അവർക്കൊരു ദ്വീപ് കാണാൻ പറ്റി. അതേ കണ്ടില്ലേ, രഹസ്യമായ ദ്വീപ് അതാണെന്ന് തോന്നുന്നു. അവര് വഞ്ചി കരയിലടുപ്പിച്ച് തറയിൽ കാല് കുത്തിയതും അപ്പോഴേക്ക് 2 ആന അവരുടെ അടുത്തെത്തി. അയ്യോ, ആനയാണല്ലോ, നമ്മളെ ആക്രമിക്കാൻ വന്നതാണോ? ആന അവരുടെ അടുത്ത് എത്തിയപ്പോഴേക്കും 4 പേർക്കും അത്ഭുതമായി. ഈ ആന എന്റെ അത്ര ഉള്ളല്ലോ. നമ്മുടെ കാട്ടിൽ ആനയുടെ മക്കൾക്ക് പോലും നല്ല പൊക്കമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ തീർച്ചയായും പുറത്തു നിന്നാണ് വരുന്നതല്ലേ? ആര് വന്നാലും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ചെറുതായി പോയതെന്ന്. ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു രഹസ്യമായ ദ്വീപാണ്. അതായത് ഈ രഹസ്യദ്വീപിലെ രഹസ്യം ഇതാണ്. ഇവിടെ ചെറിയ മൃഗങ്ങൾ വലുതായിട്ടും വലിയ മൃഗങ്ങൾ ചെറുതായിട്ടും കാണപ്പെടുന്നു. കൊള്ളാലോ, അപ്പൊ ഇവിടെ നല്ല രസമായിരിക്കുമല്ലേ? വരൂ, മുന്നോട്ട് പോവാം. അങ്ങനെ അവർ മുമ്പോട്ട് യാത്ര തുടർന്നു. അവര് നോക്കുമ്പോ വലിയൊരു വെളുത്ത നിറത്തിലുള്ള ഒരു കല്ല്. അത് കണ്ടില്ലേ, ആ കല്ലെത്ര വലുതായിരിക്കുന്നുവെന്ന്. വരൂ, അതിന്റെ മുകളിൽ കയറി നോക്കാം. ഏയ്, അതൊന്നും വേണ്ട. അതിൽ നിന്നും വീണു കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. മാൻ പറഞ്ഞ കാര്യം അവരത് കാര്യാക്കിയില്ല. മോണ്ടുകുരങ്ങനും മുയലും അതിന്റെ മേളിലോട്ട് കയറി. അവര് അതിന്റെ നടുക്കെത്തിയപ്പോഴേക്കും ചെറിയ വിള്ളല് വീഴാൻ തുടങ്ങി. ഇതെന്താ ഇത്രയും വലിയ കല്ലായിട്ട്? ഇതിന് കട്ടിയൊന്നും ഇല്ലല്ലോ. ഇതില് വിള്ളല് വീണല്ലോ. അപ്പോഴേക്കും ദൂരത്തിൽ നിന്നൊരു വലിയ കിളി വരുന്നതായിട്ട് അവര് കണ്ടു. എന്റെ ദൈവമേ, ഇത് കല്ലല്ല, ഒരു മുട്ടയാണ്. ഇതാ പക്ഷിയുടേതാണ്. അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞു. നിങ്ങൾ 2 പേരും മുട്ട പൊട്ടിക്കുന്നത്. വേഗം അതിൽ നിന്ന് ഇറങ്ങി ഓടാം. ഇത് കേട്ടതോടെ 2 പേരും മുട്ടയിൽ നിന്നും താഴത്തോട്ട് വന്നു. എന്നിട്ട് 4 പേര് ഓടാൻ തുടങ്ങി. പക്ഷേ ആ കിളി അവരുടെ പുറകെ തന്നെ പറന്നു വന്നു. എന്റെ ദൈവമേ, ഇത്ര വലിയ പക്ഷിയോ? ഇത് നല്ല വലിപ്പമുണ്ടല്ലോ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ജിറാഫായ ഞാൻ പക്ഷിയെ പേടിച്ച് ജീവൻ പണയം വെച്ച് ഓടേണ്ടി വരുമെന്ന്. ഒരുപാട് നേരം ഓടിയതിനു ശേഷം എല്ലാരും ഒരു ഗുഹയുടെ അകത്ത് കയറി. ഓ, ദൈവം സഹായിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. അതെ, പക്ഷേ ഈ ഗുഹ ആരുടേതാ? ഇത്ര ചെറിയ ഗുഹ ആയതുകൊണ്ട് മുയലിന്റെ ഒക്കെ ആയിരിക്കും. അപ്പൊ സിംഹം അലറുന്ന ശബ്ദം അവര് കേട്ടു. നമ്മുടെ തലയിൽ ഇടുത്തി വീണിരിക്കുന്നു. ഇതൊരു സിംഹത്തിന്റെ ഗുഹയാ. ഇനി നമ്മളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളൊരു സിംഹത്തിന്റെ ഗുഹയിലാണുള്ളത്. എല്ലാരും പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ സിംഹമായിരുന്നു. പക്ഷേ ഇതിൽ പേടിക്കാൻ എന്താണുള്ളത്? ഞാനൊരു ക്രൂരനായ മൃഗമാണ്.
നിങ്ങളെ ഞാൻ കൊന്നു തിന്നും. ആ സിംഹം അവരുടെ അടുത്ത് വന്നപ്പോഴേക്കും അവര് കണ്ടത് ഈ സിംഹം മുയലിനേക്കാളും ചെറുതാണെന്ന്. അപ്പോഴേക്കും ജിറാഫ് ലംബുമാന്റെ ചെവിയിൽ പറഞ്ഞു, നമ്മുടെ കാട്ടിലുള്ള കാട്ടുപൂച്ചയ്ക്ക് പോലും ഈ സിംഹത്തെക്കാളും വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ സിംഹത്തിന് കോംപ്ലാനൊന്നും കിട്ടിക്കാണത്തില്ലെന്നാ. നിങ്ങളുടെ വീട് മറ്റൊരിടത്താണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ മറ്റൊരു ദ്വീപിലേക്കാ വന്നതെന്നാ. സിംഹച്ചേട്ടാ, ഞങ്ങൾ ഡ്രീംലാൻഡ് കാട്ടിൽ നിന്നും എന്റെ അനിയൻ ചോട്ടുവിനെ അന്വേഷിക്കാനായി വന്നതാ. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എന്റെ അനിയൻ ചോട്ടുമാനിനെ കണ്ടോ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് ഉറുമ്പുറാണി തന്റെ കൊട്ടാരത്തിൽ ഒരു മാനിനെ അതിഥിയായി താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. അത് പുറത്തുനിന്ന് വന്ന ആളാ. അല്ല, ഉറുമ്പ് ഇവിടെ റാണിയാണോ? അതെ, ഈ രഹസ്യദ്വീപിലെ ഏറ്റവും വലിയ മൃഗം ഉറുമ്പാണ്. അതുകൊണ്ട് അവരാണ് ഇവിടുത്തെ റാണി. ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഉറുമ്പ് റാണിയെ കാണാൻ പോവാം. അവര് ചോട്ടുവിന് എന്തെങ്കിലും ചെയ്താലോ? അവനൊരു പാവമാണ്. അങ്ങനെ 4 പേരും ചുട്കു സിംഹത്തിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്റെ ദൈവമേ, ഇത്ര വലിയ കൊട്ടാരോ! ഒരു ഉറുമ്പിന് ഇത്ര വലിയ കൊട്ടാരം ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാരും കൊട്ടാരത്തിന്റെ അകത്ത് കയറി. അവര് നോക്കുമ്പോ ഒരു വലിയ ഉറുമ്പ് വലിയ കസേരയിലിരിക്കുന്നതായി. ചുറ്റിനും കുറെ മൃഗങ്ങൾ സേവ ചെയ്യുന്നു അതിനെ. എന്റെ സഹോദരൻ ചോട്ടുമാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നത്. ദയവായി അവനെ ഞങ്ങളുടെ കൂടെ അയക്കണം. അതെ, ആ മാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ നിനക്ക് നിന്റെ കൂടെ അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങെന്തിനെങ്ങനെ പറയുന്നത്? അങ്ങ് അവനെ തടവിലാക്കിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ എന്തിനാണ് അവന് ശിക്ഷ കൊടുക്കുന്നേ? ഞങ്ങൾ അവനെ ഇവിടെ വെക്കുന്നത് എന്താന്ന് വെച്ചാൽ അവന്റെ സത്യസന്ധത കണ്ടിട്ടാണ്. എന്ത് ധീരതയുടെ കഥകളോ? അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കാണാം. ഞങ്ങളുടെ അതിഥി മുറിയിൽ അവനുണ്ട്. 4 പേരും ഒരു മുറിയിലെത്തി. അവിടെ ചോട്ടുമാൻ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ ചുറ്റിനും സ്വാദിഷ്ടമായ പലഹാരങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ട്. അല്ല, ലംബു ചേട്ടൻ വന്നു അല്ലേ? ഞാൻ ചേട്ടനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. സ്വന്തം അനിയന് ഒരു കുഴപ്പമില്ലാന്ന് കണ്ട് ലംബുമാന് സന്തോഷമായി. പക്ഷെ അവന് ദേഷ്യവും വന്നു. നീ എന്നോട് പറയാതെ ഇവിടെ എന്തിനാ വന്നത്? പിന്നെ ആ മൃഗം എന്തിനാ നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്നോട് പറയേ. പറയാൻ ചേട്ടാ, സത്യത്തിൽ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ ഉറുമ്പുറാണിയുടെ പടയാളികൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചു. അപ്പൊ ഞാൻ ഉറുമ്പുറാണിയോട് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ ആർക്കും എന്നെ അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് വലിയൊരു നുണ പറഞ്ഞു. അതായത് ഞാൻ കാട്ടിലെ ഏറ്റവും ധീരനും ശക്തനുമായ മൃഗമാണെന്ന്, എന്നെ എല്ലാ മൃഗങ്ങൾക്കും പേടിയാണെന്ന്. മാത്രമല്ല, ഞാൻ നമ്മുടെ കാടിനെ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്ന്. നീ പറഞ്ഞ നുണക്കഥകളൊക്കെ കേട്ടിട്ടാണ് അവർ നിന്നെ ധീരകഥകൾ പറയാൻ വേണ്ടി നിയമിച്ചത്. അതെ ചേട്ടാ, എനിക്കും അത് വളരെ നന്നായി തോന്നി. പിന്നെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് വരാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഉറുമ്പുറാണിയോട് ഇവിടെ നിന്ന് പോവാൻ അനുവാദം ചോദിച്ചപ്പോ അപ്പ എന്നോട് പറഞ്ഞു എനിക്ക് എന്താണ് വേണ്ടതെന്ന്. ഇതെല്ലാം കേട്ട് ലംബുമാൻ, ജിറാഫ്, മുയല്, മോണ്ടു കുരങ്ങൻ എല്ലാം ആലോചനയിലായി. പറഞ്ഞോളൂ, നിനക്ക് എന്താണ് വേണ്ടത്? ഉറുമ്പുറാണി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പകൽ സമയത്ത് ഈ ദ്വീപിൽ ഒരു ഭൂതം വന്നിരുന്നു. അത് ഈ ദ്വീപിലെ മൃഗങ്ങളെല്ലാം പിടിച്ചു തിന്നാൻ തുടങ്ങി. എല്ലാവർക്കും അതിനെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഭൂതത്തെ കൊന്ന് ഞാൻ അവരെ മോചിപ്പിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നത്. ഇത് കേട്ട 4 പേരും ശരിക്കും പേടിച്ചു പോയി. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുറാണി എന്തായാലും എന്നെ കൊന്നു കളയും. ചേട്ടാ, ഇനി എന്ത് ചെയ്യും? എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു വഴി പറയേ. ആ ഭൂതം ഇനി ഇവിടെ വന്നാല് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇത് കേട്ട് എല്ലാരും ആലോചനയിലായി. ആ രാക്ഷസൻ ആരാണ്? ഈ രഹസ്യമായ ദ്വീപിൽ ഇതുപോലെ എത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന്. ഇവരെല്ലാരും കൂടെ ചേർന്ന് ആ രാക്ഷസനെ ഇല്ലാണ്ടാക്കുമോ? അതോ ആ രാക്ഷസന്റെ വേട്ടയിൽ ഇവരും പെട്ടുപോകുമോ? ഇതറിയാൻ വേണ്ടി ഈ കഥയുടെ അടുത്ത ഭാഗം കാണാൻ മറക്കരുത്.